നമ്മുടെ യു സിയിൽ കഴിഞ്ഞ ദിവസം നടന്ന മാച്ച് PSG വേഴ്സസ് ബയൺ പ്രതീക്ഷിച്ച പോലെ നല്ല സ്കോർ കയറിയിട്ടുണ്ട്. 9 ഗോളാണ് ഒരു കളിയിൽ തന്നെ അടിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടി വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്രയും ഗോളടി ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഡിഫൻസ് പരമായിട്ട് അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്ലേയേഴ്സ് എന്താണ് ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം 5 ഗോൾ അടിക്കുന്നു PSG, 4 ഗോൾ ബയൺ അടിക്കുന്നു. നമ്മുടെ ഡെമ്പല 2 ഗോൾ അടിച്ചു, കാർസ്കേലി അടിച്ചു. ഇപ്പുറത്ത് നമ്മുടെ 3 പേരുണ്ടല്ലോ ഫ്രണ്ട് കളിയിൽ നിന്ന്, ഹാരി കെയ്ൻ, ഒലീസെ, DS. അവർ മെയിനായിട്ടുള്ള പ്ലേയേഴ്സെല്ലാം ഗോൾ അടിച്ചിട്ടുണ്ട് കളിയിൽ. ഒരു പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് ഗെയിമാണ് നമ്മുടെ ഈ മാച്ച്. കാരണം ഡിഫൻസ് പരമായിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടില്ല രണ്ട് ടീമും. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉദ്ദേശിച്ച് കളിച്ച പോലെ ആയിപ്പോയി. ഒരു ഫസ്റ്റ് ലെഗ് ആയിരുന്നു നമ്മുടെ PSG വേഴ്സസ് ബയൺ മാച്ച്. രണ്ട് ടീം അറ്റാക്കിങ് മൈൻഡായി, ഗോൾ അടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു ഈ കളി എനിക്ക് തോന്നുന്നു. കാരണം ഡിഫൻസ് പരമായിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ അറ്റാക്കിങ് മാത്രമല്ലല്ലോ. അങ്ങനെയും കൂടെ നോക്കുമ്പം ഫുള്ളി ഒരു എൻ്റർടൈൻമെൻറ്റ് മാച്ച്. രണ്ട് ടീമിൻ്റെ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ഈ സെക്കൻഡ് ലെഗ് എന്താണെന്ന് അറിയത്തില്ല, ഒരു ഗോളിന് ലീഡേ ഉള്ളൂ PSG. അത് ഈ ഇങ്ങനത്തെ കളി വെച്ച് നോക്കണം, ഒരു ഗോളെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. എന്തായാലും തിരിച്ചടിക്കുന്ന കാര്യത്തിൽ സംശയം ഇല്ല. എന്നാൽ നിങ്ങളുടെ കൈസ് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് കമൻറ്റ് ചെയ്യുക. പിന്നെ നടന്ന മാച്ച് അത്ലറ്റിക്കോ വേഴ്സസ് ആർസണലായിരുന്നു. രണ്ട് ടീമിനും പെനാൽറ്റി ഇട്ട് രണ്ട് ടീമും നല്ലതായിട്ട് അങ്ങ് അടിച്ചങ്ങ് കയറ്റി. ഇനി നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ കയറുമെന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം. ഗൈസ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗൈസ് അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.